with all the love that we all hold for him. Let us welcome onto the stage the one and only Jairam Menon. It's always a joy to be in your presence. Please join with us, sir. Thank you so much for being with us. So, എന്താണ് സർ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വർഷമായിട്ട് സിനിമയിലെത്തി 37 വർഷമായിട്ട് എൻ്റെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും എന്നെ ഒരു കൈപിടിച്ച് എന്നെ ഫുൾ കൊണ്ടു നടത്തുന്ന എൻ്റെ എല്ലാ പ്രസ് മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം. ഞാൻ ഏകദേശം ഒരു 10-12 തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട് ഇതുവരേക്കും. പക്ഷെ ഞാൻ ഒരു സിനിമയ്ക്കും ഇതുവരെ ഒരു പ്രൊമോഷന് വേണ്ടി പോയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ചെയ്ത ഫിലിം തൊട്ട് ഞാൻ പോയതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ലാസ്റ്റ് ഞാനൊരു പ്രൊമോഷന് വേണ്ടി വന്നത് ഒരു കന്നഡ മൂവിക്ക് വേണ്ടിയായിരുന്നു. ശിവരാജ് കുമാറിനോടൊപ്പം ശിവണ്ണയ്ക്കൊപ്പം വന്നൊരു ഇതായിരുന്നു. ഇത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ പ്രൊമോഷന് വേണ്ടി ഞാൻ വരാമെന്ന് പറഞ്ഞത്. ഏറ്റവും ആദ്യം ഗോപാലേട്ടനുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഗോകുലം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് എത്രത്തോളം ക്വാളിറ്റിയുള്ള സിനിമ മാത്രമാണ് അത് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. രണ്ടാമത്തത് ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീനി, അദ്ദേഹം ഇതിനു മുമ്പൊരു സിനിമയുടെ ദബാക്ക എന്നുള്ള സിനിമയുടെ കാർത്തി വന്നിട്ട് ഇതിൻ്റെ ഒരു DOP ചെയ്യുന്ന സമയത്ത് അന്നാണ് ഇതിൻ്റെ മിറായുടെ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാമറാമാൻ മാത്രമല്ല, ഒരു ഡയറക്ടറാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം തുടങ്ങുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രം ആര് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ അത് ഞാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ അദ്ദേഹം കാർത്തി ഓരോ സീനിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടും എത്രമാത്രം അദ്ദേഹം ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു ഡയറക്ടറാണെന്നുള്ളത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം അതിനകത്തൊരു സീനിൽ ഞാൻ തേച്ചയും കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന സ്ഥലത്ത് എടുക്കണം, ഒറ്റ ഷോട്ടേ ഉള്ളൂ, ഒറ്റ ഷോട്ട്. ആ ഒറ്റ ഷോട്ട് ഞങ്ങൾ ഗുജറാത്തിൽ ഇറങ്ങി 8 മണിക്കൂർ 10 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് പോയി പാകിസ്ഥാൻ്റെ ബോർഡറിൽ പോയി ഏകദേശം അവിടെ നിന്ന് രാവിലെ ഒറ്റ ഷോട്ട്. അത് അവിടെ തന്നെ, അത് വേണമെങ്കിൽ CGയിൽ ചെയ്യാം, പക്ഷെ അത് ഇല്ല, അത് അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനിൽ തന്നെ എടുക്കണം എന്നുള്ളത് ആ ഡയറക്ടറുടെ നിർബന്ധമായിരുന്നു അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി. അങ്ങനെ ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്തു. ഞങ്ങൾ നേപ്പാൾ, കാഠ്മണ്ഡു, ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ സിനിമയിൽ കാണാൻ സാധിക്കും. ബ്രില്യൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്, അതിഭയങ്കരമായിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. ഈ കാണുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടിയാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഒരു സിനിമയ്ക്ക്, നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം തേജ വന്നിട്ട് അനുമാൻ ചെയ്തിട്ട് 3 വർഷം, 3 ഇയേഴ്സ് 3 വർഷമായിട്ട് എത്രയോ ഓഫേഴ്സ് അദ്ദേഹത്തിനുണ്ടായിട്ടും ഒരു പടം പോലും ചെയ്യാതെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആക്ടറിൻ്റെ എത്രമാത്രം അതൊരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ അത് ബാക്കിയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്യുന്നത്. അത് വലിയൊരു അപ്രീഷിയേറ്റ്, ഒരു വലിയ കയ്യടി അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തത് ഈ സിനിമയുടെ പാർട്ടാവാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബിക്കോസ് ഓഫ് ഇതിൻ്റെ ഡയറക്ടർ, എനിക്ക് അത്രത്തോളം ഇതാണ് അദ്ദേഹത്തോട്, അത്ര ഒരു ബ്രില്യൻ ഒരു ടെക്നീഷ്യനാണ് അദ്ദേഹം. പിന്നെ ബാക്കി എല്ലാവരും, പീപ്പിൾ മീഡിയ ഫാക്ടറി നമുക്കറിയാം, ഏറ്റവും നല്ല സിനിമകൾ മാത്രം ഒരുപാട്. ഞാൻ ലാസ്റ്റ് ഫിലിം ധമാക്ക എന്നുള്ള സിനിമയിൽ രവി തേജയുടെ കൂടെ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചാണ്, ദ സെയിം കമ്പനി. സോ വീണ്ടും സന്തോഷം തേജയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇനിയും ഫർദർ നിറയെ പടങ്ങൾ പണ്ട് മുടിയിട്ട് അല്ല, ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ സീൻ എടുക്കുമ്പോൾ ഇത്ര 1 പേജ് തെലുങ്ക് ഡയലോഗാണ്. എനിക്ക് എന്തായാലും മുഴുവൻ കാണാപ്പടം പിടിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ട് ഇവിടുന്ന് തുടങ്ങുമ്പോൾ തെലുങ്കായിരിക്കും, അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ ക്യാമറയിലായിരിക്കും, ബാക്കി മുഴുവൻ മലയാളത്തിലാണ്. മിണ്ടരുത്, ഞാൻ പറയുന്ന മുഴുവൻ ഒപ്പിച്ച് മലയാളം, തമിഴ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും കാണാപ്പടമാണ് ഭാഗത്തിന് എല്ലാത്തിനും. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു.
തേജ, ഓൾ ദ വെരി ബെസ്റ്റ്. 12th നല്ല ന്യൂസ് കൊടുക്കും. താങ്ക് യു.